ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിസിക്സ് ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇത് നീറ്റിനും ജെഇക്കൊക്കെ അത്യാവശ്യം നല്ലൊരു ചാപ്റ്ററാണ്. കാരണം നമ്മൾ 9th പഠിച്ച മോഷൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. 9th നമ്മൾ പഠിക്കുന്ന 3 ഇക്വേഷൻസ്, ന്യൂട്ടൻ്റെ 3 ഇക്വേഷൻ, അതായത് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. പിന്നെ നമ്മൾ പഠിക്കുന്നത് 2as ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഇത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു 3 ഇക്വേഷൻ നമ്മൾ എന്തായാലും 9th പഠിച്ചിട്ടുണ്ടാവും. അതിനൊരു കണ്ടിന്യൂവേഷനാണ് ഈ ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ബേസിക്കലി നമ്മുടെ ലോകത്ത് കാണുന്ന മോഷൻസ്, അത് പലതരം മോഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാറ് പോകുന്നത്, നമ്മൾ നടക്കുന്നത്, ഒന്നുകൂടി വലുതായി പറഞ്ഞാൽ പ്ലാനറ്റ് റിവോൾവ് അറൗണ്ട് ദ സൺ, അതായത് സൂര്യന് ചുറ്റും ഭൂമിയും അതൊക്കെ സഞ്ചരിക്കുന്നത് എല്ലാം ഒരു മോഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് മോഷൻ, എന്താണ് ഈ മോഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ, എന്തുകൊണ്ടാണ് മോഷൻ നടക്കുന്നത്, അതൊക്കെ വളരെ ഈസി ആയിട്ടൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് മോഷൻ, അതുപോലെ എന്തൊക്കെ തരം മോഷൻ ഉണ്ട്, പിന്നെ ഇതിൻ്റെയൊക്കെ ബേസിക്സ് എന്താണെന്നാണ് ആദ്യം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇത് വളരെ ഈസിയായ ഒരു ചാപ്റ്ററാണ്. +1 ആദ്യത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സും നമുക്കറിയാം അത്യാവശ്യം ഈസിയുള്ള ചാപ്റ്ററാണ്. ഇതൊക്കെ ബേസിക്സ് ആണ്. ന്യൂട്ടൻ്റെ ലോകത്തിൻ്റെ, അതായത് നമ്മൾ ഐൻസ്റ്റീൻ്റെയോ മറ്റുള്ളവരുടെയോ പുതിയ ലോകമല്ല, നമ്മൾ ആദ്യം ന്യൂട്ടൺ കണ്ടുപിടിച്ച ലോകത്തിൻ്റെ ഡൈനാമിക്സ് ഇക്വേഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി നല്ല ഈസി ചാപ്റ്ററാണ്. അധികം ഇക്വേഷൻസ് ഒന്നുമില്ല, പക്ഷേ ഡെറിവേഷൻസ് ഉണ്ട്. നമ്മൾ +1 പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ബോർഡ് എക്സാമിൽ ഡെറിവേഷൻസ് ഒക്കെ വരാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. ഒരു നീറ്റിൻ്റെ പെർസ്പെക്റ്റീവിലോ ജെഇൻ്റെ പെർസ്പെക്റ്റീവിലോ ഡെറിവേഷൻസ് അല്ല, നമ്മൾ എങ്ങനെയാണ് ഈ ഇക്വേഷൻസ് വെച്ചിട്ട് റിയൽ ലൈഫ് സിറ്റുവേഷൻസ് സോൾവ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് മെക്കാനിക്സ്. മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി. മെക്കാനിക്സ് എന്താണ്? മെക്കാനിക്സ് ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് വിച്ച് ഡീൽസ് വിത്ത് മോഷൻ. മോഷൻ എന്താണോ അതിനെ ഡീൽ ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് എന്ത്? മെക്കാനിക്സ്. ഓക്കെ, ബ്രാഞ്ച് ഓഫ് സ്റ്റഡി വിച്ച് ഡീൽസ് വിത്ത് മോഷൻ, വിച്ച് ഡീൽസ് വിത്ത് മോഷൻ. അപ്പോൾ നമ്മൾ മോഷൻ, അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അതിപ്പോൾ ട്രെയിന് പോകുന്നതായിക്കോട്ടെ, കാറ് പോകുന്നതായിക്കോട്ടെ, നമ്മൾ നടക്കുന്നതായിക്കോട്ടെ, ഒരു ഒച്ച എഴുതുന്നതായിക്കോട്ടെ, ഒരു മോഷൻ നടക്കുന്ന എന്തിനെ പറ്റി പഠിക്കുന്ന പഠനത്തിൽ നമ്മൾ പഠിക്കുന്ന പേരെന്താണ്? മെക്കാനിക്സ്. ഓക്കെ, ഇനി ഇതിൽ തന്നെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സ്റ്റാറ്റിക്സ്. നമ്മൾ +2 പഠിക്കും ഇലക്ട്രോസ്റ്റാറ്റിക്സ്. എന്താണ് സ്റ്റാറ്റിക്സ്? ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലായിരിക്കുന്ന ഒരു കേസിനെ പറയുന്ന പേരാണ് എന്ത്? സ്റ്റാറ്റിക്സ്. ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്, അതായത് ഒരു സംഭവം നമുക്കറിയാം അനങ്ങാതെ, പച്ച മലയാളത്തിൽ പറഞ്ഞ അനങ്ങാതെ ഇരിക്കുന്ന ഒരു കേസിന് പറയുന്ന പേരാണ് സ്റ്റാറ്റിക്സ്. ഇനി നമ്മൾ മോഷനിലോട്ട് കിടക്കുകയാണ്. അതിൽ വരുന്നതാണ് കൈനമാറ്റിക്സ്. കൈനമാറ്റിക്സ് എന്താണ്? മോഷനെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠനം തന്നെയാണ്, പക്ഷേ അത് കോസ് ചെയ്യണ കാരണത്തെ പറ്റി പഠിക്കുന്നില്ല. ഇറ്റ് സ്റ്റഡീസ് മോഷൻ but does not consider the cause. ഉദാഹരണത്തിന് ഒരു ബോൾ സ്റ്റാർട്ട് ചെയ്തു, മോഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ആ മോഷൻ എന്താണ് കോസ് ചെയ്തത്, അതായത് ആ ബോൾ ഒഴുകാൻ കാരണം എന്താണ് എന്ന് ഈ ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയിൽ നമ്മൾ പഠിക്കുന്നില്ല. ഇതൊക്കെ ഓരോരോ ബ്രാഞ്ച് ഓഫ് സ്റ്റഡീസാണ് മോഷനെ പറ്റി നമ്മൾ വേർതിരിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ പഠിക്കും സ്റ്റാറ്റിക്സ്. സ്റ്റാറ്റിക്സ് ഈസിയാണ്, എന്താണ്? മോഷൻ ഇല്ലാത്തൊരവസ്ഥ. രണ്ടാമത്തത് കൈനമാറ്റിക്സ്. സപ്പോസ് ഒരു സാധനം ബോൾ ഉരുളുന്നുണ്ട്, പക്ഷെ അതിന് കോസ് എന്താണെന്ന് നമുക്കറിയുന്നില്ല, അതിന് പറയുന്ന പേരാണ് കൈനമാറ്റിക്സ്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത്? ഡൈനാമിക്സ്. ഇതും മോഷനെ തന്നെ പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ്, പക്ഷേ ഇതിലെന്ത് കൺസിഡർ ചെയ്യും? അതിൻ്റെ കോസും കൺസിഡർ ചെയ്യും. ഓക്കെ, ഇതാണ് ഡൈനാമിക്സും കൈനമാറ്റിക്സും തമ്മിലുള്ള വ്യത്യാസം. ഇനി എന്താണ് സ്റ്റാറ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പഠിച്ചു എന്താ സ്റ്റാറ്റിക്സ്? എന്താ? ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്, അതായത് ഒരു മോഷൻ തന്നെ പക്ഷെ റെസ്റ്റിലാണ്. എന്താണ് ഈ റെസ്റ്റ്? റെസ്റ്റ് എന്ന് വെച്ചാൽ പൊസിഷൻ മാറാത്ത അവസ്ഥ. ഇതൊക്കെ ബേസിക്കലി നമുക്കറിയാം.
എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നത് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണിത്. ഇതൊക്കെ നമുക്കൊരു ബേസിക് ഐഡിയ വേണം. എന്താണ് നമ്മുടെ 3 ഇക്വേഷൻസ്, എവിടെ നമ്മൾ 9th പഠിച്ച 3 ഇക്വേഷൻസ്, പിന്നുള്ളത് എന്താണ് മെക്കാനിക്സ്, എന്താണ് സ്റ്റാറ്റിക്സ്, അതിൽ തന്നെ കൈനമാറ്റിക്സ്, ഡൈനാമിക്സ്. കൈനമാറ്റിക്സും ഡൈനാമിക്സും ഈസിയാണ്, രണ്ടും മോഷനെ പറ്റി പഠിക്കുന്ന സ്റ്റഡീസാണ്. പക്ഷേ ഡൈനാമിക്സിൽ അതിൻ്റെ കോഴ്സ് കൂടി നമ്മൾ പഠിക്കും. ഓക്കെ, റെസ്റ്റ് എന്താണ്? പൊസിഷൻ മാറാത്ത അവസ്ഥ. പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. സോ ഇത് ഇപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് ഒരു ബ്രീഫ് അക്കൗണ്ട്, അതായത് സ്റ്റാർട്ടിങ് എന്താണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് അത് മാത്രമാണ് നമ്മൾ ഇവിടെ തുടങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ജസ്റ്റ് എന്താണ് സ്റ്റാറ്റിക്സ് എന്താണ്, കൈനമാറ്റിക്സ് എന്താണ്, ഡൈനാമിക്സ് എന്താണെന്ന് ഡൗട്ട് ഉണ്ടായിരിക്കും. പക്ഷേ റെസ്റ്റും സ്റ്റാറ്റിക്സും മെക്കാനിക്സും ഒന്നും ഡൗട്ട് ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. അപ്പോൾ എന്തായാലും ഞാനൊന്ന് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഈസി ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ +1 +2 പഠിക്കുന്നതിൽ വൺ ഓഫ് ദി ഈസി ചാപ്റ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് ജയിലും നീറ്റിലൊക്കെ വരുമ്പോൾ കുറച്ചൊന്ന് ചിന്തിക്കാനുള്ള വേറെ ചില ചാപ്റ്റേഴ്സിനായിട്ട് ബന്ധപ്പെടുത്തി, ഇതിൻ്റെ അടുത്ത ചാപ്റ്റർ ആയ പ്ലെയിനായിട്ടും ബന്ധപ്പെടുത്തി ക്വസ്റ്റ്യൻസ് വരാം. എന്നിരുന്നാലും ഇത് നല്ലൊരു ഈസി ചാപ്റ്ററാണ്. നമുക്കിതിൻ്റെ പാർട്ട് 2 ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.